കാലത്തിന് മുന്നേ സഞ്ചരിച്ച മലയാള സിനിമ ഇന്ന് ഒരുപാട് തവണ പരാമർശിക്കപ്പെട്ട ഒരു മലയാള ചിത്രമായിരുന്നു ദേവദൂതൻ. എന്നാൽ ഈ ചിത്രത്തിലെ നായകവേഷത്തിനായി ആദ്യം സംവിധാനം സമീപിച്ചത് തമിഴിലെ ആ കാലത്തെ യുവനടനായിരുന്ന മാധവനെ ആയിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? മാധവന് വേണ്ടി എഴുതപ്പെട്ട സ്ക്രിപ്റ്റിലേക്ക് നായകനായി മോഹൻലാൽ വന്നത് ഒരു ഹർത്താലിൽ നിന്ന് നടന്ന അൺഎക്സ്പെക്ടഡ് ആയ ഒരു മീറ്റിംഗ് കാരണമായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയാം. 1985 മുതലുള്ള സിബി മലയിലെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഈ സിനിമ. ഈ സിനിമയ്ക്കായി അങ്ങനെ 3 തവണയാണ് കഥ മാറ്റി എഴുതിയത്. ഈ 3 കഥകളും എന്തായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇതുപോലെയുള്ള ഒരുപാട് മായാജാലങ്ങളും അത്ഭുത കാഴ്ചകളും സംഭവിച്ച ചിത്രമായിരുന്നു ദേവദൂതൻ. അങ്ങനെയുള്ള ദേവദൂതനിലെ അറിയാ കഥകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ദേവദൂതൻ എന്ന ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യെസ് എന്നും ഇഷ്ടമല്ലെങ്കിൽ നോ എന്നും ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അപ്പോൾ സമയം ഒട്ടുകളാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമായി ദേവദൂതന് വേണ്ടി ആദ്യം പ്ലാൻ ചെയ്ത കഥ 1985 റിലീസായ മുത്താരംഗൊന്ന് പെയ്യോ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംവിധായകനായി സിബി മലയിലെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്നേയുള്ള ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ദേവദൂതൻ. എന്നാൽ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി വീണ്ടും അദ്ദേഹം 15 വർഷം വെയിറ്റ് ചെയ്തു. എന്നിട്ട് പോലും ചിത്രം അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലല്ല പ്ലാൻ ചെയ്ത പോലെ ഷൂട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന യഥാർത്ഥ കഥ ഇതൊന്നുമായിരുന്നില്ല. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കഥ എന്നാൽ 7 വയസ്സുള്ള ഒരു കുട്ടി കാണുന്ന സ്വപ്നത്തിലൂടെയായിരുന്നു ഈ ചിത്രം സഞ്ചരിക്കുന്നത്. അങ്ങനെ തുടങ്ങിയ ചിത്രത്തിന് ചെറിയ മാറ്റം വരുത്തി പിന്നീട് 2 യങ്സ്റ്റേഴ്സിന്റെ ക്യാമ്പസ് പ്രണയത്തിലൂടെ ഈ കഥ നീങ്ങുന്നതായിട്ടായിരുന്നു. അങ്ങനെ 2 രീതിയിൽ തീരുമാനിച്ച ഈ കഥ പിന്നീട് മോഹൻലാലിനെ നായകനാക്കണം എന്ന ചിന്ത വന്നപ്പോൾ ചിത്രത്തിൽ നിന്നും മാറ്റിയെടുത്ത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയാക്കി മാറ്റിയതാണ്. ഞാനത് കണ്ടുപിടിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറിയ ഈ ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർക്ക് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഇന്നും തന്റെ ഡ്രീം പ്രോജക്റ്റ് വേണ്ട രീതിയിൽ വ്യക്തമായി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിന്റെ വിഷമം ഇപ്പോഴും സിബി മലയിലുണ്ട്. എന്നിരുന്നാൽ പോലും മലയാളത്തിലെ ഒരു മാസ്റ്റർ പീസ് വർക്ക് തന്നെയായിരുന്നു ദേവദൂതൻ. ചിത്രത്തിലേക്ക് മാധവനെ കൊണ്ടുവരാൻ എന്ന കാര്യം. ദേവദൂതൻ എന്ന ചിത്രം 2 യങ്സ്റ്റേഴ്സിന്റെ ക്യാമ്പസ് പ്രണയകഥ പറയുന്ന ചിത്രമായിട്ടായിരുന്നു ഒരിക്കൽ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഈ ചിത്രത്തിലേക്ക് മെയിൻ റോളിലേക്ക് തമിഴ് നടനായ മാധവനെ കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. അങ്ങനെ മാധവനെ നായകനാക്കി സിനിമയൊന്ന് പൊളിച്ചെഴുതി. എന്നാൽ ആ കാലത്ത് തമിഴിലെ തിരക്ക് പിടിച്ച നായക നടനായിരുന്നു മാധവൻ. അലൈപായുധേ എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു മാധവനോട് ദേവദൂതന്റെ കഥ പറയുന്നത്. മാധവൻ അന്ന് ഓക്കെ പറഞ്ഞുവെങ്കിലും അലൈപായുധേ തമിഴ്നാട്ടിൽ ഒരു വലിയ തരംഗമായതോടെ ഇനി തമിഴ് സിനിമകളെ താൻ ചെയ്യുന്നുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് മാധവൻ എത്തുകയുണ്ടായി. അങ്ങനെ സിനിമയിൽ നിന്നും മാധവൻ പിന്മാറുകയായിരുന്നു. എന്നാൽ അന്ന് സംഭവിച്ച മറ്റൊരു പ്രശ്നം എന്തെന്നാൽ മാധവന് വേണ്ടി സിനിമ മാറ്റി എഴുതിയപ്പോൾ മ്യൂസിക്കും ആർട്ട് വർക്കും എല്ലാം ഒരു വലിയ ക്യാൻവാസിൽ അവർ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാധവനെ മാറ്റി വീണ്ടും ഇത് പൊളിച്ചെഴുതുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. സിനിമയിലേക്ക് മോഹൻലാൽ എത്തിയ വഴിയും സിനിമയുടെ തുടക്കവും. സിയാദ് ഖോക്കർ എന്ന ദേവദൂതന്റെ പ്രൊഡ്യൂസറിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു മോഹൻലാൽ. ഒരു ഹർത്താൽ ദിവസം സിയാദ് ഖോക്കറും മോഹൻലാലും അവിചാരിതമായി അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു ഈ സിനിമയുടെ കഥ പറഞ്ഞത്. ഞാൻ പറയുന്നത് സത്യമാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ നല്ല മനസ്സ് വരുന്ന സമയത്ത് വിശ്വസിക്കുക. ഈ സിനിമയുടെ കഥ പറഞ്ഞതോടുകൂടി മോഹൻലാലിന് ഈ സിനിമയോട് വളരെ ഇൻട്രസ്റ്റ് ആയ ലാലേട്ടൻ സിബി മലയിലിനോടും സിയാദ് ഖോക്കറിനോടും പറഞ്ഞു, ഈ ചിത്രത്തിൽ എന്തുകൊണ്ട് ഞാൻ നായകനായിക്കൂടാ, ഇത് എനിക്ക് തരുമോ? അങ്ങനെയായിരുന്നു മോഹൻലാലിന് വേണ്ടി 2 യങ്സ്റ്റേഴ്സിന്റെ കഥയായിരുന്നു ഈ ചിത്രത്തെ പിന്നീട് ഒരു കോളേജ് സ്റ്റുഡന്റ് കോളേജിൽ നിന്നും ടെർമിനേറ്റ് ആയി പോയി തിരിച്ചു വരുന്ന കഥയാക്കി വീണ്ടും മാറ്റി എഴുതിയത്. അങ്ങനെ മോഹൻലാലിന് വേണ്ടി ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വീണ്ടും മാറ്റി എഴുതി. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ചിത്രത്തിൽ അനാവശ്യമായി 2-3 ഫൈറ്റ് സീനൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം മോഹൻലാലിന് വേണ്ടി ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന രീതിയിൽ മാറ്റി എഴുതിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ്. ചിത്രത്തിന്റെ ലൊക്കേഷൻ പ്രധാനമായും ഊട്ടിയായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിന്റെ തുടക്കത്തിലുള്ള എന്താരോ മഹാനുഭാവുലു എന്ന ഗാനം ഷൂട്ട് ചെയ്തത് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ മ്യൂസിക് ഡയറക്ടറായ വിദ്യാസാഗറിന്റെ നേതൃത്വത്തിലായിരുന്നു അത്രയും വലിയൊരു സംഭവം അവിടെ അരങ്ങേറിയത്.
ഇന്നും സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ആ വീഡിയോ തന്നെയാണ് സിനിമ കാണാനായി നമ്മളെ പിടിച്ചിരുന്നതിന്റെ വലിയൊരു പോയിന്റ്. എന്തായാലും ആ ഒരു ഗാനം കൊണ്ട് സിനിമയ്ക്കുണ്ടാക്കിയ ഇമ്പാക്ട് അത്ര ചെറുതല്ല. ചിത്രത്തിന്റെ ലൈബ്രറിയും ഓഫീസ് റൂമും ബെഡ്റൂമും ഒറ്റ റൂമിലായിരുന്നു. അതായത് ഈ ചിത്രത്തിൽ ലാലേട്ടൻ കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഒരു റൂമിലാണ്. ഈ റൂമും ചിത്രത്തിലെ വളരെ ക്രൂഷ്യൽ പോയിന്റായ ആ ലൈബ്രറിയും ഇതുകൂടാതെ ജനാർദ്ദനന്റെ ഓഫീസ് റൂമും ഉണ്ട്. മാഡത്തിന്റെ പ്രബന്ധത്തിൽ നിന്ന് ഫാദർ എടുത്ത മഹേശ്വരം മാഡം സ്നേഹിച്ചിരുന്ന മഹേശ്വരം ഒരാളാണ്. ഈ 3 റൂമുകളും ആർട്ട് വർക്കിലുള്ളവർ ചേർന്ന് ഒറ്റ റൂമിലാണ് പ്ലാൻ ചെയ്തത്. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം അതിന്റെ അറേഞ്ച്മെന്റ്സ് മാറ്റി മാറ്റി ഈ 3 റൂമുകളും ഒറ്റ റൂമിൽ തന്നെ അവർ ഷൂട്ട് ചെയ്തിരുന്നത് വളരെ ബ്രില്യന്റ് ആയ ഒരു കാര്യമാണ്. കഥ പോലും കേൾക്കാതെ വിനീത് ഓക്കെ പറഞ്ഞത്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളൊന്ന് അവതരിപ്പിച്ച താരമായിരുന്നു വിനീത് കുമാർ. എന്നാൽ വിനീത് കുമാർ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വരുമ്പോൾ അദ്ദേഹം കഥ പോലും കേട്ടിട്ടില്ലായിരുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്. ഈ ചിത്രം കൊണ്ടുണ്ടായ എക്സ്പീരിയൻസ് വളരെ മികച്ചതായിരുന്നു എന്ന് പലതവണ വിനീത് കുമാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രത്തിൽ വിനീത് കുമാർ അഭിനയിക്കാനായി വരുമ്പോൾ അദ്ദേഹത്തിന് കഥയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. ചിത്രത്തിൽ ഒരു കൂട്ടം പട്ടികൾ അദ്ദേഹത്തെ ഓടിക്കുന്ന സീനുണ്ട്. ആ സീനായിരുന്നു അദ്ദേഹം ആദ്യം ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ കേവലം 1 മിനിറ്റോളം വരുന്ന ഒരു സീനിന് വേണ്ടി 3 ദിവസത്തോളമായിരുന്നു അവർ കഷ്ടപ്പെട്ടത്. അതായത് 3 ദിവസം കൊണ്ടായിരുന്നു ആ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ചെറിയൊരു സീൻ വരെ ഷൂട്ട് ചെയ്തത്. ആ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമായിരുന്നു എന്ന് വിനീത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ശരത്ത് വിനീതിന്റെ അതേ കോസ്റ്റ്യൂം ഇട്ട് ഈ ചിത്രത്തിൽ നാടകവേഷത്തിൽ അഭിനയിക്കുന്ന ഒരു സീനുണ്ട്. ഒരിക്കൽ വിനീത് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാനായി ദേവദൂതന്റെ സെറ്റിലെത്തിയപ്പോൾ ശരത്ത് ഇതേ കോസ്റ്റ്യൂമിൽ നിൽക്കുന്നത് കണ്ട് അയ്യോ തന്റെ വേഷം ശരത്തിന് കിട്ടിയോ എന്ന് വരെ വിനീത് അന്ന് അത്ഭുതപ്പെട്ടിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഈ ചിത്രത്തിൽ 2 പേർ ഇതേ വേഷത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടതും അല്ലെങ്കിൽ സിനിമയുടെ ജീവനായിരുന്നു എന്ന് പറയേണ്ടതുമായ ഒരാളുണ്ടെങ്കിൽ അത് വിദ്യാസാഗറാണ്. കാരണം വിദ്യാസാഗറിന്റെ വർക്ക് അത്രത്തോളം മികച്ചതായിരുന്നു ഈ ചിത്രത്തിൽ. അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടുന്ന ആ ഒരു ഹമ്മിങ് ഒക്കെ ഇപ്പോഴും വളരെ മനസ്സിൽ റീഫ്രഷ് ചെയ്യിക്കുന്ന ഒരു ബീജിയമാണ്. രാജാവ് തന്ന വെളിച്ചമാണ് നിങ്ങൾ എല്ലാവരെയും ഇന്ന് എന്റെ മുന്നിൽ. ഇത് കൂടാതെ തന്നെ സിനിമയിലെ എല്ലാ ഗാനങ്ങളും വൻ ഹിറ്റുകളായിരുന്നു. ചിത്രത്തിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയി തന്നെ വിദ്യാസാഗറിന്റെ മ്യൂസിക് ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് കൂടാതെ ഈ ചിത്രത്തിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്നൊരു ഗാനമുണ്ട്. ആ ഗാനത്തിൽ ഡാൻസ് കളിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ ചിത്രം ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ പ്ലാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നില്ല. ഇത് മറ്റൊരു രീതിയിലായിരുന്നു പാട്ട് പ്ലാൻ ചെയ്തത്. എന്നാൽ പിന്നീട് പ്രൊഡ്യൂസർ പറഞ്ഞു ഇങ്ങനെ വേണ്ട, ഈ ചിത്രത്തിൽ ഗാനത്തിനും ഡാൻസിനും ഒക്കെ പല പല സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സോങ് നമുക്കൊരു ഡാൻസിലൂടെ തന്നെ ഷൂട്ട് ചെയ്യാം. അങ്ങനെ മാറ്റിയെടുത്തതായിരുന്നു പൂവേ പൂവേ പാലപ്പൂവേ എന്ന സോങ്. ഇനി ദേവദൂതനിലെ കുറെ ബ്രില്യൻസുകളുണ്ട്. 2000 ഡിസംബർ 5-ാം തീയതി ആയിരുന്നു ഈ ചിത്രം റിലീസായത്. ഈ ചിത്രം റിലീസായപ്പോൾ മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന മോഹൻലാലിന്റെ വണ്ണമുള്ള ശരീരം മാറ്റി ഒരു മെലിഞ്ഞ വളരെ ക്യൂട്ട് ലുക്കിലായിരുന്നു മോഹൻലാലിനെ ഈ ചിത്രത്തിൽ പ്രസന്റ് ചെയ്തത്. അത് പണ്ട് 8 വർഷം മുൻപ്. അന്ന് ഇതിനകത്ത് കയറി ഈ സാധനം വായിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പുറത്താക്കി. ഈ ചിത്രത്തിലെ വിനീതിന്റെ ആത്മാവിന് ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ഒരു അദൃശ്യ ശക്തിക്ക് വിശാൽ കൃഷ്ണമൂർത്തിയോട് എന്തോ കാര്യങ്ങൾ പറയാനുണ്ട്. അതായിരുന്നു പ്രധാന കണ്ടന്റ്. അങ്ങനെയായിരുന്നു വിശാൽ കൃഷ്ണമൂർത്തിക്ക് വീണ്ടും കോളേജിലേക്ക് വരാനുള്ള അവസരം ലഭിച്ചത്. ഞാൻ ഇത്രയും കാലം അനുഭവിച്ച വേദന അതെന്തിനായിരുന്നു? നിഖിൽ മഹേശ്വർ എന്ന വിനീതിന്റെ കഥാപാത്രത്തിനും മോഹൻലാലിന്റെ വിശാൽ എന്ന കഥാപാത്രത്തിനും തമ്മിൽ ചെറിയൊരു ബന്ധം കാണിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം നിഖിൽ മഹേശ്വറും വിശാൽ കൃഷ്ണമൂർത്തിയും 2 പേരും ഗാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. സിനിമയിൽ ഒരിടത്ത് പരാമർശിക്കുന്നുണ്ട് വിശാൽ കൃഷ്ണമൂർത്തി ചെയ്ത ഒരു വർക്ക് നിഖിൽ മഹേശ്വർ ചെയ്ത ഒരു വർക്കുമായി ഒരു സാമ്യതയുണ്ടെന്ന്. ഞാൻ സാറിന്റെ ബ്ലാക്ക് മെമ്മറീസ് കേട്ടിട്ടുണ്ട്. അതിനകത്തും ഈ മെലഡിയുടെ ഒരു ചായ ഉള്ളതുപോലെ തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യം കൊണ്ടാണ് നിഖിൽ മഹേശ്വർ വിശാൽ കൃഷ്ണമൂർത്തിയെ തേടി വരുന്നത്. നിഖിൽ മഹേശ്വറിന്റെ വിരൽ മുറിച്ച് കളയുന്ന സീനുണ്ട്. ആ മുറിക്കുന്നത് ആ സംഗീത ഉപകരണത്തിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ആ സംഗീത ഉപകരണത്തിൽ നിന്നും വീണ്ടും വീണ്ടും ആ ശബ്ദം വരുന്നത്. ഇന്നലെ രാത്രി സാർ ഇത് വായിക്കുന്നത് ഞാൻ കേട്ടു. അതേപോലെ തന്നെ ഈ ചിത്രത്തിൽ പല സീനുകളിലും പട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ശബ്ദം മാത്രം കേൾക്കുന്നത് വിനീതിനെ വകവരുത്തുന്ന സീനിൽ വിനീതിനെ ഈ പട്ടികളെ കാണാൻ സാധിക്കുന്നില്ല. ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് ഈ ചിത്രത്തിലെ ആ സീനുകളിലെല്ലാം നമുക്കും ശബ്ദം മാത്രം കേൾക്കുന്ന രീതിയിൽ ആ സീനുകൾ മേക്ക് ചെയ്ത് വെച്ചത്. മലയാളത്തിലെ തന്നെ ഒരു മാസ്റ്റർ പീസ് വർക്കായ ദേവദൂതൻ എന്ന ചിത്രത്തിലെ കുറച്ച് അറിയാ കഥകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചത്. ഈ ചിത്രം കണ്ടിട്ടുള്ളവർ അതിന്റെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഏത് ചിത്രത്തിന്റെ അറിയാ കഥകളെ കുറിച്ചാണ് അറിയേണ്ടത് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.
എന്നാൽ ഈ സിബി മലയിലെ 1985 എന്ന വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള സിനിമ വീഡിയോയിലേക്ക് കടക്കുന്ന അതിനു മുന്നേ മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യും.